689713 ഇതൊരു സാധാരണ പിൻകോഡല്ല. നമ്മുടെ രാജ്യത്ത് സ്വന്തമായി 2 പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ. ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പനും. മറ്റ് നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനുണ്ട്. 1963 ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വർഷത്തിൽ 3 മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക. ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ്. 18-ാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കും വിധമാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ മുദ്ര. ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ. അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും. മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചെഴുതും. ഇത്തവണ പുതുതായി അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി സംവിധാനവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിലും ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ലഭ്യമാക്കാനുണ്ട്. ഭക്തർക്ക് പുറമെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിൽ എവിടെയുള്ള ഭക്തർക്കും തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യുവാനും അവസരമുണ്ട്. ഈ സീസൺ ആരംഭിച്ച് ഇതുവരെ 6000-ഓളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബു വി നായർ പറഞ്ഞു. എല്ലാ നാട്ടിൽ നിന്നുമുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരുന്നുണ്ട്. സ്ഥിരമായി വരുന്നതും പുതുതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. സീസണൽ പോസ്റ്റ് ഓഫീസാണ്. മണ്ഡല മകരവിളക്ക് സമയത്തും പിന്നെ വിഷുവിൻ്റെ സമയത്തും മാത്രമാണ് തുറക്കുന്നത്. പിന്നെ ഇവിടുത്തെ സീലാണ് ഏറ്റവും വലിയ പ്രത്യേകത. 18-ാം പടി അയ്യപ്പസ്വാമിയുടെ കൂടെ മുദ്രയുള്ള സീലാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് കാർഡ് വാങ്ങിക്കൊണ്ട് പോകും. ഏകദേശം ഒരു 5 ബണ്ടിൽ എന്ന് പറഞ്ഞാൽ 5 ബണ്ടിൽ 6 ബണ്ടിൽ 6000-ഓളം പോസ്റ്റ് കാർഡ് ഇവിടെ ചിലവായിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അഡ്വാൻസ് പോസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇവിടുന്ന് പാഴ്സലും ഇൻ്റർനാഷണൽ ബുക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് തന്നെ നേരത്തെ മാനുവലായിട്ടാണ് ഇന്ന് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം നേരിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രസാദം ബുക്ക് ചെയ്യാം. ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. 3 രൂപ 3 അരവണ, പിന്നെ 5 അരവണ, 9 അരവണ, അങ്ങനെ 3 സ്പെഷ്യൽ പാക്കേജുകളായിട്ടുണ്ട്. അത് നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണമെങ്കിലും അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാൻ, 2 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. പോസ്റ്റ്മാനുമുണ്ട് പ്രത്യേകത. കഴിഞ്ഞ 3 വർഷമായി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ്മാനായി സേവനം അനുഷ്ഠിക്കുകയാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജി വിഷ്ണു. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ്. ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റ്മാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും തന്റെ സ്വന്തം ആഗ്രഹം കൊണ്ടുകൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നത് എന്നും വിഷ്ണു പറയുന്നു. അവസരം ലഭിച്ചാൽ വരും നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇവിടുത്തെ സേവനം തുടരാനാണ് ആഗ്രഹം. കല്യാണമടക്കമുള്ള വിശേഷാൽ ചടങ്ങുകളുടെ ആദ്യ ക്ഷണക്കത്ത് അയ്യപ്പന്റെ പേരിൽ സന്നിധാനത്തേക്ക് അയക്കുന്ന ഭക്തരുമുണ്ട്. പരിഭവങ്ങളും ആവശ്യങ്ങളും കത്തായി അയ്യപ്പന്റെ മേൽ വിലാസത്തിൽ അയക്കുന്നവരുമുണ്ട്. നിരവധി പേർ മണി ഓർഡറും അയക്കാറുണ്ട്. ചെറിയ തുക മുതൽ വലിയ തുക വരെ ഇതിൽ ഉൾപ്പെടും. ലഭിക്കുന്ന കത്തുകളും മണി ഓർഡറുകളും കൃത്യമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവെന്നും വിഷ്ണു പറഞ്ഞു. കത്തുകളിൽ കൂടുതലായിട്ട് വരുന്നത് കല്യാണക്കുറികളാണ്. ഈ കല്യാണക്കുറികൾ അയക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണത്തിന് അയ്യപ്പസ്വാമി എത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ കല്യാണക്കുറികൾ അയക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ സീസണിൽ ആദ്യം വന്ന കത്തുകളൊക്കെ കൂടുതലും കല്യാണക്കുറികളും അതിനോടൊപ്പം തന്നെ അയ്യപ്പനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അയ്യപ്പനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെൺകുട്ടികൾ അയച്ചിരിക്കുന്ന അയ്യപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കത്തുകൾ, അത്തരത്തിലുള്ള കത്തുകൾ, പിന്നെ മണി ഓർഡറുകൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പസ്വാമിക്ക് മണി ഓർഡറുകൾ എത്താറുണ്ട്. അത് ചിലപ്പോൾ 25 രൂപയാവാം, ചിലപ്പോൾ 5000 രൂപയാവാം. അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നേരിട്ടെത്താൻ പറ്റാത്തതിൻ്റെ സങ്കടം ഈ മണി ഓർഡർ വഴി മാറുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്.